ആലവട്ടവും വെഞ്ചാമരവും കുടയും ആയിട്ട് തിടമ്പ് നമുക്കറിയാമല്ലോ. വേളകളിൽ ദേവി അല്ലെങ്കിൽ ദേവൻ്റെ വിഗ്രഹം എഴുന്നള്ളിപ്പ്, അപ്പം അതോടൊപ്പം തന്നെ വിളക്കെടുപ്പ് നമ്മൾ ഉത്സവമായിട്ടനുബന്ധിച്ച് റോഡിൽ കാണാൻ പറ്റുന്ന കാഴ്ചയാണല്ലോ. ഇപ്പം ഉത്സവ സീസണും കൂടിയാണല്ലോ. അങ്ങനെ അടുത്തിടെ ഒരു രാത്രിയിൽ, ഇപ്പം വളരെ റീസെൻ്റായിട്ട് ഒരു 8-8:30 മണി സമയം, അപ്പം അങ്ങനെ ഒരു ക്ഷേത്രത്തിൻ്റെ ഉത്സവം അരങ്ങേറുന്നു. ആനപ്പുറത്ത് തിടമ്പേറ്റിയ ഒരദ്ദേഹം, കൗതുകകരമായ കാഴ്ച, നല്ല രസമുണ്ട്. അപ്പോൾ എൻ്റെ വാഹനം നിർത്തിയിടേണ്ടി വന്നു. അപ്പോൾ ഞാൻ കാറിനകത്തിരുന്ന് കാണുകയാണ് ഈ വലിയ നമ്മുടെ ആന. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ, അപ്പോൾ എനിക്ക് ആനയുടെ വശമാണ് കാണാൻ പറ്റുക. അവിടെയാണ് ഞാൻ വണ്ടി നിർത്തിയിട്ട് ആനയെ ഇങ്ങനെ കൗതുകരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുക. ആന പാപ്പാൻ അങ്ങനെ ഒരു വശത്ത് വടിയൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. ആനയ്ക്ക് ചങ്ങലയൊക്കെ ഉണ്ട് ഒരു കാലിൽ. ഏതായാലും കുറേ നേരം അവിടെ അങ്ങനെ എൻ്റെ വണ്ടി നിർത്തി അങ്ങനെ കാറിൻ്റെ അകത്തിരിക്കേണ്ടി വന്നു. അപ്പോൾ ഞാനിങ്ങനെ ആനയെ ദർശിച്ചിരിക്കുകയാണ്. ഭഗവാനെയും ഭഗവതിയൊക്കെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആ ഒരു ഉത്സവ ലഹരിയിൽ, ആ ഭക്തിയിൽ ഞാനും ലയിച്ചിരുന്നപ്പോൾ ആരോ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് ആനയുടെ വായിക്കകത്ത് വെച്ച് കൊടുക്കുക. അയാൾക്ക് പേടിയുണ്ട് കേട്ടോ. ഈ ആനയുടെ വായിക്കകത്ത് വയ്ക്കുമ്പോൾ അയാൾ പേടിച്ച് മാറുകയാണ്. എന്തായാലും അങ്ങനെ അയാളുടെ പേടിയിൽ 5-6 ബിസ്ക്കറ്റ് താഴെ വീണ് റോഡിൽ. അന്നേരം ഈ ആന ഈ തുമ്പിക്കൈ കൊണ്ട് താഴെ വീണ് കിടക്കുന്ന ബിസ്ക്കറ്റ് ഓരോന്നോരോന്നെടുത്ത് വായിക്കകത്ത് വെച്ചു. നല്ല കൗതുകകരമായ കാഴ്ച. അത് വളരെ കൃത്യമായിട്ട് ആ തുമ്പിക്കൈ കൊണ്ട് നല്ല വൃത്തിക്ക് ആ വീണ് കിടന്ന ബിസ്ക്കറ്റ് ഓരോന്നായിട്ട് പറക്കി നല്ല രുചികരമായിട്ടൊരു കുഞ്ഞ് ബിസ്ക്കറ്റ് കഴിക്കുന്ന അതേ കൊതിയോടുകൂടി ആന ആ ബിസ്ക്കറ്റ് കഴിക്കുന്ന കാഴ്ച ഞാൻ കണ്ടു. എനിക്ക് ഏറ്റവും കൗതുകകരവും രസകരവും വിസ്മയകരവുമായിട്ട് ആനയുടെ ആ ബിസ്ക്കറ്റ് കഴിപ്പ് നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ആനയ്ക്ക് എത്ര ബുദ്ധിയും വിവേകവും ഉണ്ട്, അറിവുണ്ട്. ആ തുമ്പിക്കൈ കൊണ്ട് ആ ബിസ്ക്കറ്റ് പറക്കി അത് കഴിച്ചു. അതിനറിയാമല്ലോ അത് കഴിക്കുന്ന സാധനമാണ്. കൃത്യമായിട്ട് ആ ബിസ്ക്കറ്റ് എടുത്ത് കഴിച്ചു. പിന്നെ അത് തുമ്പിക്കൈ കൊണ്ട് അവിടെ തപ്പി നോക്കിയില്ല കേട്ടോ, വേറെ ബിസ്ക്കറ്റ് ഉണ്ടോ ഇല്ലയോ. അതിന് മനസ്സിലായി അത്രയും ബിസ്ക്കറ്റേ ഉള്ളൂ എന്ന്. അപ്പോൾ ആനയ്ക്ക് അത്രയും ബുദ്ധി. ഇതേപോലെ അരയന്നം എൻ്റെ കേട്ടറിവ് മാത്രമാണ്, ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. നമുക്കറിയാമല്ലോ സ്വാൻ. അപ്പോൾ അതിന് പാലും വെള്ളവും കൊടുത്തു കഴിഞ്ഞാൽ പാല് മാത്രമേ കുടിക്കൂ എന്നാണ് പറയുന്നത്. ബാക്കി വെള്ളം ആ പാത്രത്തിലുണ്ടാവും എന്നാണ് കേട്ടറിവ്. ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും പ്രസിദ്ധമാണല്ലോ. അപ്പം മനുഷ്യന് ഇത്രയും ബുദ്ധി, ഈ മൃഗപക്ഷികളെ എല്ലാം ഭരിച്ച് മേധാവിത്വം സ്ഥാപിച്ച് അങ്ങനെ മനുഷ്യൻ. അപ്പോൾ സത്യത്തിൽ മനുഷ്യനാണോ ബുദ്ധി, മൃഗപക്ഷികൾ പുഴുക്കൾക്കാണോ ബുദ്ധി? സംശയം ഉണ്ട്, ചിന്തിക്കേണ്ടിയിരിക്കുകയാണ്. എന്നാലും നിങ്ങളിരുന്ന് ചിന്തിക്കും, ആർക്കാണ് ബുദ്ധി? പക്ഷി മൃഗങ്ങൾക്കാണോ ബുദ്ധി കൂടുതൽ, മനുഷ്യനാണോ ബുദ്ധി? നിങ്ങൾ ചിന്തിക്കുക കേട്ടോ. നന്ദി.